ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയിലത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നാളെ ക്ലാസ്സില്ല, അതായത് 17-ാം തീയതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കേട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ നല്ല മേളാവും. മഴ പെയ്യാണ്ടിരുന്നാൽ കുറേ സമാധാനം. പിന്നെ ലീലാമ്മയുള്ള കാരണം വലിയ കുഴപ്പമില്ല കേട്ടോ. കുട്ടികളൊക്കെ ലീലാമ്മച്ചിയുടെ പിന്നാലെയാണ്, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഇന്നൊരു ദിവസം നല്ലൊരു ദിവസം തുടങ്ങി വെച്ചു. അപ്പോൾ അമ്മാമ്മയും മോനും കൂടിയിട്ട് പുറത്തിരുന്ന് കളിക്കുന്നു. പിള്ളേർ തോമുത ഇറങ്ങി. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഇടവിട്ട് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നാളത്തെ അവധി, അതായത് ഇന്നത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ 3 പ്രാവശ്യമായിട്ടുള്ള മഴ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ഒച്ചയും ബഹളവും. എനിക്ക് പട്ടികളുടെ കുര കേട്ടിട്ടാണ് ഞാൻ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാറില്ലേ, ഷീറ്റുമ്പോൾ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ഭയങ്കര പേടിയാണെന്ന്. അപ്പോൾ അവരുടെ ഒച്ച കേൾക്കുമ്പോഴാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഇമാതിരി മഴയാണ് കേട്ടോ. ഭയങ്കര മഴയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വലിയ മഴയ്ക്ക് മുമ്പായിട്ട് തോമു പോയി. അത് കഴിഞ്ഞിട്ട് പാച്ചു പോണതിൻ്റെ മുമ്പായിട്ടാണ് അടുത്ത മഴയായിരുന്നത്. അപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് തെറ്റി അപ്പോൾ ഓടും കേട്ടോ മുറ്റത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ലീലാമ്മയുള്ള കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിന്നു. അല്ലെങ്കിൽ ഒരാളെപ്പോഴും അവൻ്റെ കൺവെട്ടത്ത് നിൽക്കണം, അല്ലെങ്കിൽ മിണ്ടാണ്ട് ഇറങ്ങി ഓടും മൂപ്പര് കേട്ടോ. അങ്ങനെ രാവിലെ അവരെല്ലാവരുടെയും ഭക്ഷണം കഴിഞ്ഞു. ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് കഴിക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശമാവ് ഇന്നലെ വാങ്ങിക്കുകയും ചെയ്ത ഡിവൈൻ അവിടുന്ന് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ദോശമാവ് വാങ്ങിക്കുകയും ചെയ്ത്. അപ്പോൾ ഇന്നലെ അരയ്ക്കാനും ഇടാനും ഒന്നും പറ്റി. ഇന്നലെ എന്താ ഉണ്ടായി ഞാനതങ്ങനെ ആലോചിക്കണേ. ആകെ തിരക്കായിരുന്നു. എന്തോ ഇന്നലെ അവർ സാധനങ്ങൾ ബില്ലിടലും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ അരിയും ഉഴുന്നും ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ദോശമാവും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ വാങ്ങിച്ച് ഇന്ന് ദോശയായിരുന്നു കേട്ടോ. ദോശയും ചമ്മന്തിയൊക്കെ പൊടിച്ച് രാവിലത്തെ എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണതിൻ്റെ മുമ്പായിട്ട് ഞാൻ പറയാറില്ലേ പരിയപ്പുറത്ത് തുണികൾ തോരിയിടുന്നത്, അതുള്ള കാരണം ഭയങ്കര അനുഗ്രഹം കേട്ടോ. അപ്പോൾ അത് എല്ലാം എടുത്തൊന്ന് മടക്കി വെച്ച് ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ പോസ്റ്റിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടായിക്കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുട്ടൻ റെഡിയായി. പാച്ചുട്ടൻ പോകാനായിട്ട് ഇറങ്ങണം. അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡിവൈൻ ഇന്ന് പുറത്തേക്ക് ഒന്ന് പോവാണ്, പാർലറിലേക്ക് ഒന്ന് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ പോണത് കാണാണ്ടിരിക്കാൻ വേണ്ടി ഇവനെ ഞാൻ റൂമിലേക്ക് ഇട്ടത്. അപ്പോൾ വന്ന നേരം കൊണ്ട് കണ്ണെഴുതി പൊട്ടിട്ട് സുന്ദരനായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇത് 2 സെറ്റ് എനിക്ക് പാക്ക് ചെയ്യാണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു. അപ്പോൾ ഞാനത് വേഗം എടുത്ത് വെച്ചു. അപ്പോൾ എടുത്ത് വെക്കുന്നതോട് കൂടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടി ഇന്ന് പോവുകയാണ്. അപ്പോൾ ആ പോണതിന് മുമ്പായിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇന്നലെ കണ്ടിട്ടുള്ള ഐറ്റംസ് സോൾഡ് ഔട്ട് ആയതാണ് കേട്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. അങ്ങനെ ഇതിൻ്റെ കളറ് 1-2 പേര് വേറെ ചോദിച്ചെങ്കിലും നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇല്ല കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും വീണ്ടും ചോദിക്കുന്നുണ്ട് ചോക്കറിൻ്റെ. അങ്ങനെ ഞാൻ ദോശയും പൊട്ടുകടല ചമ്മന്തിയും തക്കാളി ചമ്മന്തി ആയിരുന്നു. അപ്പോൾ അത് 3 എണ്ണമാണ് എൻ്റെ കൂടെ. 3 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണം എടുത്തെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു ശരി 3-ാമത്തെ കൂടി തിന്നാം, ഇല്ലെങ്കിൽ അതിങ്ങനെ വെച്ചാൽ ഇരുന്ന് വെറുങ്ങലിച്ച് അത് കേടായിപ്പോവും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പിന്നെ പറ്റുള്ളൂ. അങ്ങനെ അമ്മാമ്മയും മോനും മുകളിലേക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ അടുത്ത മഴ, അതോ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. വെള്ളം പോണ പോക്ക് കണ്ടോ. ഈ വെള്ളമാണ് നമ്മുടെ മുറ്റത്ത്. ഇത് കെട്ടിക്കിടക്കില്ല, ഇതിങ്ങനെ സൈഡിൽ കൂടെ പോയി മുന്നിലേക്ക് പോവും. ഫ്രണ്ടിൽ കിടക്കുന്നത് നമ്മുടെ വീല് പോയിട്ട് കുഴിയായി കിടക്കണവിടെ തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കണത് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് അകത്തേക്ക് കയറി. അപ്പോൾ ഇന്ന് ഡിംപിളാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഡിവൈൻ ഞാൻ പറഞ്ഞില്ലേ രാവിലെ പോയേക്കാണ്, ഉച്ച തിരിഞ്ഞാണ് വന്നത്. ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ ലീലാമ്മ വേണമല്ലോ. അപ്പോൾ അതിനാണ് മെയിനായിട്ട് ലീലാമ്മച്ചി വന്നത് കേട്ടോ. പിന്നെ അപ്പുറത്ത് അവിടെ അക്കീനോടെ എല്ലാവർക്കും ഓരോ ദിവസമായിട്ട് പനിയായിരുന്നു. ആദ്യം ഡയോണിന്, പിന്നെ ഏഞ്ചലിന്, പിന്നെ പോൾസൺ ബാപ്പിന്, ബെന്നൂട്ടന്, വസന്തേച്ചിക്ക്. അപ്പോൾ അക്കിക്ക് മാത്രം ദൈവം സഹായിച്ച് ഒരു പ്രശ്നം ഇതുവരെ ഇല്ല, ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് അതും ഇതൊക്കെ എല്ലാതും വന്നിട്ട് ആകെ വീക്കായിരിക്കുന്ന സമയമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു പനിയും കൂടി വേണ്ടല്ലോ. അപ്പോൾ ഇതുവരെ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഞങ്ങളെല്ലാവരും 19-ാം തീയതിയിലത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആർക്കും ഒന്നും വരരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് കേട്ടോ എല്ലാവർക്കും. കാരണം വളരെ കുറച്ച് ദിവസത്തേക്കാണ് അന്ന വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഭംഗിയായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഊണ് കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇവിടെ നമ്മുടെ പാച്ചുവിനെ ചാക്കോച്ചനെ തോമുവിനെ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഡിംപിൾ ഡ്രൈവിങ്ങിന് പോണതിന് മുമ്പ് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഡിംപിളിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം കുട്ടി പോയേക്കാണ്. അപ്പോൾ ഞാൻ കുട്ടികളെ ആരെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സൗകര്യം കിട്ടിയില്ല. അപ്പോൾ ഇതിപ്പോൾ ആദ്യം വന്നത് തോമുവാണ്. അപ്പോൾ തോമുവിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ കണ്ണിമാങ്ങയുടെ ചാറൊക്കെ ഊറ്റിയെടുത്ത് മാങ്ങ മാത്രമായി. പിന്നെ ഞാൻ ഇനി അതവിടെ ഇരിക്കേണ്ട, വെറുതെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു ഫംഗസ് വന്നാൽ പോലും നമ്മളത് ഉപയോഗിക്കരുതെന്ന്. കാരണം ഏതെങ്കിലും അസുഖം ഏത് രീതിയിലാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഒരു കുട്ടി കേക്കിലോ എന്തെങ്കിലും അങ്ങോട്ട് ഫംഗസായിട്ട് കഴിച്ചിട്ട് ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം മറ്റേ കടുമാങ്ങയാണ് സംഭവം, 10-12 ഉണ്ടായിരുന്നു. ഞാൻ അത് നോക്കിയില്ല, ഞാനത് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങൾ കഴിഞ്ഞത് ഞാൻ കഴുകി വെക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തോമുട്ടൻ്റെ ലഞ്ച് ബാഗായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ലീലാമ്മ മുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതാ പിന്നാലെ വന്നു നമ്മുടെ പാച്ചുട്ടൻ. അപ്പോൾ പാച്ചുട്ടൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളും. അപ്പോൾ ഈ ഗ്യാപ്പിലാണ് ഡിംപിൾ ഡ്രൈവിങ്ങിന് പോയിട്ട്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശരിക്കും ലൈസൻസ് കുറേ മുമ്പ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് പോകണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് ഒരു മോളുടെ, അയ്യോ എനിക്ക് ആ കുട്ടിയുടെ പേര് ഞാൻ എന്നോട് പാച്ചു പറഞ്ഞെങ്കിലും എൻ്റെ ആ പേര് എൻ്റെ മനസ്സിൽ നിൽക്കണില്ല കേട്ടോ. ആ മോനോ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. നല്ല ഉപകാരമുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. അത് ഇതിനകത്ത് നമ്മുടെ മുമ്പത്തെ ആ ചട്ടി മറ്റേ പോട്ടുണ്ടല്ലോ, അതിനകത്ത് മണി പ്ലാന്റാണ്. അതിൻ്റെ മറ്റേ എന്താ പറയുക, സ്റ്റോണും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാമായിരുന്നു വാട്ടർ കളർ പെയിൻറ്റിങ് ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു ബുക്ക് കാണപ്പോൾ. പിന്നെ മിഠായി, സ്കെയിൽ, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ ബുക്ക് ഡിംപിൾ വന്നതിന് ശേഷമാണ് തുറന്നു നോക്കിയത്. ഇപ്പം ഞാൻ വെറുതെ നോക്കിയെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് കളറിങ് മറ്റേ ഇതുണ്ടാവുമോ, ഇനി കുട്ടി മിസ്സായതാവോ എന്ന് വിചാരിച്ചു. പിന്നീടാണ് മനസ്സിലായത് അങ്ങനെയല്ല. അതിൻ്റെ തന്നെ ആ പേജിലുള്ള ഈ കളറുകളുണ്ടല്ലോ, അതിൽ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് തൊടുമ്പോൾ സെയിം കളറാണ് അതിൽ ബ്രഷിൽ വരണ. ഓരോ മാജിക്കാണ് ഈ പറയണത്. അതായത് കളർ പെൻസിൽ എക്സ്ട്രാ വേണ്ട, അല്ലെങ്കിൽ വാട്ടർ കളർ വേണ്ട, വെള്ളം പതുക്കെ ബ്രഷിൽ ആക്കിയിട്ട് അതുമ്പോൾ തൊട്ടാൽ സെയിം കളർ വരണം. അപ്പോൾ ഭയങ്കര ആദ്യമായിട്ടാട്ടോ ഞാനെന്നല്ല ഡിവൈനും ഡിംപിളൊക്കെ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായി. അങ്ങനെ ഞാൻ 2 പേരുടെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് അവിടെ വെച്ചു. അപ്പോൾ ഇതാണ് അവരുടെ ടിഫിൻ ബോക്സ് വെക്കാനുള്ള സെക്ഷൻ കേട്ടോ. നമ്മുടെ മിക്സിയുടെ ജസ്റ്റ് ബാക്കിലുള്ള ആ ഒരു സ്റ്റെപ്പിലാണ്. അത് കഴിഞ്ഞ് മുകളിലാണ് അവരുടെ വാട്ടർ ബോട്ടിലും സിപ്പർ ഒക്കെയുള്ള സ്ഥലം. അപ്പോൾ ഇത് രണ്ടും കഴുകി കഴിഞ്ഞാൽ നേരെ വെള്ളം തുറന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഡിംപിളുമാണ് ഭക്ഷണം കഴിക്കുന്നത്, ബാക്കി എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, സാമ്പാറും പിന്നെ ഗോവയ്ക്ക ഉപ്പേരിയുണ്ട്, പിന്നെ എന്തുട്ടായിരുന്നു, മട്ടൻ്റെ ഉണ്ടായിരുന്നു, ഒരു കൂട്ടം കൂടി ചിക്കനും. അങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മട്ടൻ എൻ്റെ ഇന്നലത്തെ മട്ടൻ തല ഉണ്ടായിരുന്നില്ലേ, ആട്ടുംതല, അതിൻ്റെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇതാണ് എടുത്തത് കേട്ടോ. നല്ല മധുര. അപ്പോൾ അക്കിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ മഴയും കാര്യങ്ങളുള്ള കാരണം അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാരണം കൊടുത്തിട്ടില്ല. അപ്പോൾ നാളെയെങ്കിലും കൊടുത്തയക്കണമെന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള, നല്ല തൊടുമ്പളേക്ക് ഇങ്ങനെ പൊട്ടിപ്പോരുന്നുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഫോട്ടോസ് എടുക്കാനായിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ നമ്മളുടെ ട്രഡീഷണൽ സാധനങ്ങൾ. അപ്പോൾ എന്നെ ഡോൺ എപ്പോഴും വഴക്ക് പറയും, മമ്മി ഇങ്ങനെ എടുക്കല്ലേ, നല്ല ഭംഗിയിൽ ഇത് ക്ലോത്തൊക്കെ വിരിച്ച് അവരെടുക്കണ പോലെ എടുക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കതൊക്കെ വിരിച്ച് എടുത്ത് വരുമ്പോൾ എനിക്കത് അങ്ങനെ എന്താ പറയുക, ഭംഗിയിലെടുക്കാനായിട്ടുള്ള ഒരു ക്ഷമ എനിക്കില്ല. അപ്പോൾ കുട്ടികളെടുത്ത് തന്നാൽ ഞാനത് ഇടുന്നല്ലാണ്ട് ഇങ്ങനെ ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്യുന്ന ഒരേ കാര്യങ്ങളാട്ടോ. അപ്പം ഞാൻ അവനോട് പറയും, ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാവേണ്ട, അത് മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഫോട്ടോ എടുക്കാനായിട്ട് അത് പല സെക്ഷനായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിപ്പം മനസ്സിലാവാനാണ് ഞാൻ ആ മൊബൈലിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും വലിപ്പമുണ്ട് കേട്ടോ ആ ലോക്കറ്റ്. ഞാൻ കയ്യുമ്മ വെച്ചപ്പോഴും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഫുൾ വയലറ്റ്. ഇനി ഇതിൻ്റെ തന്നെ ജിംകികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇത്തിരി വില കൂടിയ ടൈപ്പാണ്. അതേസമയം ഡിംപിളും ഡിവൈനും വെച്ചിട്ടില്ലേ, അത് ഇൻവിസിബിൾ, അതൊക്കെ ഭയങ്കര വില വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റേതായ വിലയുണ്ടാവില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാണ്ട് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം നമ്മളുടെ കയ്യിലുള്ള ഇപ്പോൾ ഓണം കളക്ഷൻസിൽ പെട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറയാറുള്ള പോലെ തന്നെ മുകളിലുള്ള നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓരോ കളറും സെക്ഷനായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഓരോ പാറ്റേണും സെയിമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇത് നോക്കിയാൽ മനസ്സിലാവാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ വലിപ്പവും ഏകദേശം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കണ്ടാൽ അറിയാമെന്ന് വിചാരിക്കണം. അങ്ങനെ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാനും കിടന്നുറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞതാ എണീറ്റിട്ടാണ് പിന്നത്തെ ബാക്കിയുള്ള പരിപാടികൾ. അപ്പോഴേക്കും ഡിവൈനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ, എനിക്ക് തോന്നുന്നു തോമും ചാക്കോച്ചൻ ഉറങ്ങിയിട്ടുണ്ടാവും. തോമും അങ്ങനെ ഉറങ്ങാൻ വഴിയില്ല ഉച്ചയ്ക്ക്. പാച്ചു സുഖമായിട്ട് കിടന്നുറങ്ങി. പാച്ചു ഉറങ്ങി എണീറ്റപ്പോൾ ചെറിയൊരു പനി. പിന്നെ നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഇന്ന് ഡാഡിയാണ് ചായ വെച്ചത്. ഡാഡി കുട്ടികളൊക്കെ എണീക്കുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചു കേട്ടോ. അങ്ങനെ അടുത്തൊരു സെക്ഷൻ, ഇതെനിക്ക് കുട്ടികൾ എടുത്തു തരുന്ന ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോസ് കണ്ടറിയാം അതിൻ്റെ ഭംഗിയും വ്യത്യാസവും. അവർ എന്താ പറയുക, പ്രൊഫഷണലി എടുക്കുന്ന സംഭവങ്ങളാണ്. അവർ അതിൻ്റേതായ ഭംഗി പോലെ സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വില അടക്കം ഇടുമ്പോൾ നിങ്ങൾക്കും കുറേ പേർക്ക് ഉപകാരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫാൻസി ഐറ്റംസ് നമുക്കിങ്ങനെ വില അടക്കം ഇട്ടിട്ട് നിങ്ങളോട് പറയാൻ പറ്റും. പക്ഷേ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് നമുക്കത് പറ്റില്ല. കാരണം 3 ക്വാളിറ്റിയിലാണ് നമ്മൾ പ്ലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ക്വാളിറ്റിയുടെയും പല വിലയാണ്. അപ്പോൾ അത് ആശയക്കുഴപ്പം വരും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ വിലയിടാത്തത്. ഇതൊക്കെ സാധാരണ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് അല്ലാത്ത ഫാൻസി ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ചിലതൊക്കെ വീണ്ടും റീപ്ലേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഒരു മുക്കാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത യൂസ് ആൻഡ് ത്രോ പാറ്റേൺ ആണ് കേട്ടോ. അങ്ങനെ സന്ധ്യ നേരത്തെ നിങ്ങൾക്കറിയാമല്ലോ ഇവിടുത്തെ ബഹളം. അപ്പോൾ ലീലാമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക. ലീലാമ്മയ്ക്ക് കൗതുകമാണ് ഇവരുടെ ഈ കളിയും ബഹളവും തിക്കും തിരക്കൊക്കെ കാണുമ്പോൾ കേട്ടോ. അങ്ങനെ പാച്ചുവിൻ്റെ കളി. അപ്പോൾ തോമുവിന് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ തോമുവിനൊരു ചെറിയ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണു. അപ്പോൾ ഡിവൈൻ വേഗം, ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വേഗം കയറി പൊക്കോ, കാരണം തോമു ഇങ്ങനെ ഉറക്കം വന്നിട്ട് പകുതി ഉറങ്ങി മൂപ്പരെ. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങി എണീറ്റ കാരണം അവർക്ക് നല്ല കളിയാണ് കേട്ടോ. അവർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇവിടെ കിടക്കുകയാണ് 2 ചേട്ടനും അനിയനും കൂടിയിട്ട്. അവർ ഭയങ്കര സെറ്റാണ് കേട്ടോ. രണ്ടുപേരും ഭയങ്കര സെറ്റുകാരാണ്. അപ്പോൾ എവിടെ നോക്കിയാലും കാണാം അടയും ചക്കരയും പോലെ ഈ 2 ആൾ. ഇവൻ തോമു പിന്നെ ഉറക്കം വന്ന് എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് കിടക്കുക. ഉറങ്ങിയാൽ ഇവിടെയെങ്ങാനും കിടത്തിപ്പോയാലോ എന്നുള്ള പേടിയുണ്ട്. ഉറങ്ങാനും വയ്യ കുട്ടിക്ക്. അങ്ങനെ കയറിപ്പോയി. ഞാൻ വേഗം ഗുളിക കഴിച്ചിട്ട് പിന്നെ അടുത്തൊരു പരിപാടിക്ക് വേണ്ടി നിന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചെമ്മീൻ വറുത്തത്, പിന്നെ കഞ്ഞിയാണ് വെച്ചത്, ചെറുപയർ ഉപ്പേരി, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അച്ചാറും മറ്റേ ഗ്രീൻ ചില്ലി ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും ഡിംപിളുമാണ് അവസാനം കഴിച്ചത്. ഡാഡി ഇതിൻ്റെ ഇടയിൽ കഴിച്ചിട്ട് പാച്ചുവിനെയും കൊണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഡിംപിൾ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി വരുമ്പോഴേക്കും ഞാൻ പട്ടികളുടെ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ കിടക്കണം, നേരത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ, അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന ദിവസം ജൂലൈ 17 എൻ്റെ അമ്മച്ചി മരിച്ച ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊരു സംഭവം ചെയ്യുമ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഡിംപിൾ ഫോട്ടോസ് മുഴുവൻ സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് പണി ഒതുങ്ങി. കാരണം കുറേ അധികം പാക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഡിവൈൻ പോയി, ഡിംപിളിൻ്റെ കഴിഞ്ഞു, പിന്നെ എൻ്റെയാണ്. അപ്പോൾ ഡിംപിൾ കിച്ചൺ ഒതുക്കണ നേരം കൊണ്ട് എൻ്റെ പാക്കിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ രാവിലെ കുറച്ച് വൈകി എണീക്കണ കാരണം വേറെ ഉറക്കക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും മാക്സിമം ഉറങ്ങാൻ നോക്കും. ഇന്ന് ഉച്ചയ്ക്ക് നല്ലോണം ഉറങ്ങി. അപ്പോൾ ഡാഡിയുടെ നിന്നൊക്കെ എനിക്ക് വഴക്ക് കേൾക്കും, കൃത്യത്തിന് കിടന്ന് ഉറങ്ങുകയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുക, അപ്പോൾ എനിക്കത് മുഖം മറിച്ച് പറയാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിനും കൂടി റിപ്ലൈ കൊടുത്തിട്ട്, കാരണം പുറത്തുള്ള കുട്ടികളായിരിക്കും, അപ്പോൾ അവർക്ക് ഈ സമയത്തല്ലേ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് ഈ 11:45 സമയമായത് കേട്ടോ. അങ്ങനെ ദേ എല്ലാവരും പോയി കിടന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ പണികൾക്ക് വേണ്ടി നിന്നത്. അപ്പോൾ നാളേക്കുള്ളത് ഞാനത് പാക്കിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായി. നാളെ ഇത്തിരി വൈകി എണീറ്റ് അപ്പോൾ 10 മണിക്ക് 9 മണി തൊട്ട് പോസ്റ്റ് ഓഫീസിൽ അവിടെ കൊടുക്കൂട്ടോ ഡാഡി. അപ്പോൾ പാച്ചുവിനെ കൊണ്ടുപോകുമല്ലോ, 9 മണിക്ക് കൊണ്ടുപോകുമ്പോൾ അതോടുകൂടി ഫസ്റ്റ് ട്രിപ്പ് കൊടുക്കും. അപ്പോൾ ഞാൻ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം കംപ്ലീറ്റ് പാക്ക് ചെയ്ത് ഈ സമയത്ത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 9:15 9:30 ആകുമ്പോൾ എണീറ്റാലും കുഴപ്പമില്ല. കുട്ടികൾ പോകുന്നതോട് കൂടിയിട്ട് ഞാൻ എണീക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് പാക്ക് ചെയ്യാനായിട്ട് കുറേ നേരത്തെ എണീറ്റിട്ട് അങ്ങനെയോ. അപ്പോൾ ഇത്തിരി വൈകി എണീറ്റാൽ പണി കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഒരു സ്വസ്ഥതയാണ്. എന്തോ എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ എല്ലാ പണികളും അപ്പം കഴിച്ചിട്ട് ഉള്ള പരിപാടിയാണ് എനിക്കിഷ്ടം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ ഇന്ന് അവിചാരിതമായിട്ട് ഞാൻ ചാനൽ എന്താണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഒരു വീഡിയോ കണ്ടതാണ്, റീൽസാണ് കണ്ടത്. അതിൽ കണ്ടു കഴിഞ്ഞ് ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, കർത്താവ് ഇതെന്താ ഇങ്ങനെ വീട് കിടക്കണേന്ന് മനസ്സിൽ വിചാരിച്ച് എന്താണ് സംഭവം എന്നറിഞ്ഞില്ല. എന്തോ ഒരു കഴമ്പില്ലാത്തൊരു സംഭവം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കമൻറ്റ് വായിച്ചതാണ്, കമൻറ്റ്സ് നോക്കിയതാണ്. നമ്മളിപ്പോൾ മെയിനായിട്ട് അങ്ങനെയാണല്ലോ, കമൻറ്റ്സ് ആണല്ലോ സെക്ഷൻ നോക്കുക. ആ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതാണ് ഇതിൽ കംപ്ലീറ്റ് ഉള്ളത്. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും നമ്മളുടെ വീടും പരിസരമൊക്കെ മാക്സിമം വൃത്തിയാക്കി, പരിസരം പോട്ടെ വീടിൻ്റെ അകം എങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ നോക്കുക. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും നമ്മൾ ഇരിക്കുന്നിടം എപ്പോഴും വൃത്തിയാക്കി ഇടണം. അല്ലെങ്കിൽ നമ്മൾ പറയും ഐശ്വര്യദേവത ഇറങ്ങിപ്പോകുമെന്ന് പറയും, അല്ലെങ്കിൽ ലക്ഷ്മി ഇറങ്ങിപ്പോകുമെന്ന് പറയും. അപ്പോൾ ദയവ് ചെയ്ത് ചെറുപ്പം കുട്ടികളാണ് നിങ്ങളൊക്കെ, ഈ ഫോണെടുത്ത് ഫുൾ ടൈം ഇരിക്കാണ്ട് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് വീട് വൃത്തിയാക്കിയിടുക, തുണികൾ മടക്കി വയ്ക്കുക, എല്ലാ ഭാഗവും ഒന്ന് അടക്കി ഒതുക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിപ്പോൾ ഒരാൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ചെയ്യുക, നമ്മളെപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കിയിട്ടാൽ അതെപ്പോഴും നല്ലത്. അതൊരു ശീലമാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തീരെ ഇല്ലാത്തൊരു കാര്യം. ഞാൻ ഇന്ന് ആ റീൽസ് കണ്ടിട്ട് എനിക്ക് ആകെ വിഷമമായി. അപ്പോൾ ഇന്ന് ജൂലൈ 17, അങ്ങനെ ജൂലൈ 7-ാം തീയതി ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ചൻ്റെ കൊല്ലത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു ഇന്ന് അമ്മച്ചിയുടെ, അതായത് 17-ാം തീയതി അമ്മച്ചിയുടെ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന്, എൻ്റെ ഫാമിലിയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പച്ചൻ പോയി, അമ്മച്ചി പോയി, ചേച്ചി പോയി, നമ്മുടെ ഉണ്ണിയും പോയി, എസ്റ്ററും പോയി. അങ്ങനെ 4 ആളാണ് നമ്മളുടെ ഫാമിലിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഫോട്ടോസ് കുറേ വട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇട്ട ഫോട്ടോ എൻ്റെ ഫോണിലുള്ള കാരണം വീണ്ടും അത് എടുത്തിട്ടതാണ്. അപ്പോൾ കുറേ പേർക്കറിയാം ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 3 മക്കളാണ്. അതിലപ്പച്ചൻ ആദ്യം പോയി. അത് കഴിഞ്ഞ് അമ്മച്ചിയും ഞങ്ങൾ 3 പേരും ഇപ്പം ഞങ്ങൾ കാണുന്നില്ലേ, ഞാനും ഡാഡിയും ഇവിടെ 2 പിള്ളേർ അങ്ങനെയായിരുന്നു അമ്മച്ചിയും ഞങ്ങൾ 3 പെൺമക്കളും ഞങ്ങളുടെ പേരക്കുട്ടികളും. എവിടേക്കും യാത്ര പോവാനും എടുക്കാനും എപ്പോഴും ഞങ്ങൾ യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം കൂടിയ ഫംഗ്ഷൻ അന്നയുടെ കല്യാണവും സമ്മതമാണ്. അത് കഴിഞ്ഞ് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു. അത് അപ്പോഴേക്കും അമ്മച്ചിക്ക് അസുഖമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വീൽ ചെയറിൽ കൊണ്ടുപോയി. ഇത് ഡോണിൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് ജൂൺ 27-ാം തീയതി ബർത്ത്ഡേ ആണെങ്കിൽ ജൂലൈ 17-ആണിത്. അപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആണിത്. 20 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പെട്ടെന്ന് അത് പറയാൻ കിട്ടിയില്ല. അതായത് ജൂൺ 27-ാം തീയതിയാണ് ഡോണിൻ്റെ ബർത്ത്ഡേക്കാണ് അമ്മച്ചി ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ജൂലൈ 17-ാം തീയതി അമ്മച്ചി മരിച്ചു. അങ്ങനെ എന്താ പറയുക, ഒരു 1.5 മാസം കൊണ്ടാണ് നമ്മളിത് അറിഞ്ഞതും അത് കഴിഞ്ഞ് പോയതും. ഇത് അമ്മച്ചിയുടെ 41ൻ്റെ പരിപാടിയുടെ ഫോട്ടോസാണ് കേട്ടോ. അന്നും നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിലേ തൊട്ട് ഇതുപോലെയാണ് എല്ലാത്തിനും. ഇപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അന്ന് ഭയങ്കര അത്ഭുതമായിരുന്നു. എല്ലാവരും ചോദിച്ചു, മരിച്ചിട്ടാണോ നിങ്ങളിങ്ങനെ ഡ്രസ്സ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു 41-ന്. അത് കഴിഞ്ഞ് ഇപ്പം ചേച്ചി പോയി. ചേച്ചിക്ക് ഇനിയിപ്പോൾ ചേട്ടനും 2 പിള്ളേരാണ് അവിടെ ഉള്ളത്. പിന്നെ ഇനിയിപ്പോൾ 2ാമത്തെ ചേച്ചി അക്കി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഡയോൺ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഫോട്ടോ എല്ലാവരും ഉള്ള കാരണമാണ് ഞാൻ അങ്ങനെ വെച്ചത് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് പോയത് നമ്മളുടെ കെസ് ബേബി പോയി. അങ്ങനെ ബാക്കി ഞങ്ങളത് ഇത്രയും പേരിൽ ഇനി ഞാനും ചേച്ചിയും മാത്രമാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിയും പോയി, ആങ്ങളമാരില്ല, എന്താ പറയുക, എനിക്ക് ചേച്ചിക്ക് ഞാനും ഉള്ളൂ എന്ന് പറയും.
അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒറ്റപ്പെട്ട ഇരിക്കുന്ന അവസരത്തിലായാലും നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. പക്ഷേ ഇന്നെന്തോ എനിക്ക് ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ കൂട്ടി 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 വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ മനസ്സിന് ഭയങ്കര ഒരു വിഷമം. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമുക്ക് എന്തൊക്കെയോ ഒരു വിഷമം തോന്നും. അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഉണ്ടാവുമല്ലോ, കാരണം നമ്മളെ എന്താ പറയുക, പോറ്റി വളർത്തി ഇത്രയാക്കിയ അമ്മച്ചി പോകുമ്പോൾ ഉള്ള സങ്കടം. കുറേ നല്ല ഓർമ്മകൾ എപ്പോഴും ബാക്കിയുണ്ടാവും. നല്ലതും പൊട്ടയും ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ മുന്നിലേക്ക് എടുക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും നമുക്ക് തന്നിട്ടുള്ള നന്മകൾ മാത്രമാണ് നോക്കുക. തിന്മകളായിട്ടുള്ള ഒന്നും ഞാൻ കണക്കൂട്ടാറില്ല. എപ്പോഴും ജീവിതത്തിൽ നമ്മളെപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാൽ എൻ്റെ തൊണ്ട ഇടറി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.